ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സൂപ്പർ സൈഡ് ഡിഷാണ് കേട്ടോ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത്. സൂപ്പർ സൈഡ് ഡിഷ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചീരാമുളക് അഥവാ കാന്താരി മുളകാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കാന്താരി മുളക് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. നമ്മുടെ കപ്പയ്ക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഈ ചമ്മന്തി. കൂടാതെ തന്നെ നമ്മുടെ ഈ കാന്താരി മുളക് എന്ന് പറയുന്നത് കൊളസ്ട്രോളും BP ഒക്കെ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ്. ഞാൻ ഈ ചമ്മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15ഓളം കാന്താരി മുളകും, ഒരു ചെറിയ കഷ്ണം പുളിയും വാളൻ പുളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരവിയത് കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഇപ്പം ഇതാ ഞാനിവിടെ നന്നാക്കി എടുത്തിട്ടുള്ള ചെറിയുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും അതുപോലെ പുളിയുടെ ഉള്ളിൽ കുരുവൊക്കെ ഉണ്ട്, നമുക്കത് മാറ്റിയിട്ട് വേണം കേട്ടോ അടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി അതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ വിനാഗിരിയും ചേർത്ത് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ചമ്മന്തി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം അരച്ചെടുക്കേണ്ടത്. ചെറിയുള്ളിയും കാന്താരി മുളകും തേങ്ങയൊക്കെ ചേരുമ്പോൾ തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ചമ്മന്തിയിൽ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ കാന്താരി മുളകിൻ്റെ ആ വലിയ എരിവിൽ നിന്ന് നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. കൂടാതെ ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയും ഒക്കെ ഒരു സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ചമ്മന്തി. കൂടാതെ തന്നെ കാന്താരി മുളക് കഴിക്കുന്നത് തന്നെ നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വേണ്ടി കാന്താരി ചേർത്തിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്